ഹായ്. എന്ത് മഴയായിരുന്നു രാവിലെ എന്നാ, നല്ല മഴയായിരുന്നു. രാവിലെ ബസ് കയറാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങലും ഇടിയ പൊളി അങ്ങോട്ട് മഴ തുടങ്ങി. പിന്നെ ആ മഴയെ നനഞ്ഞ് ഡ്രസ്സൊക്കെ നനഞ്ഞ് ചീഞ്ഞാണ് ഓടി എത്തിയപ്പോഴേക്കും ബസ് പോയിട്ടില്ല. സമാധാനമായി. ഞാൻ ബസ്സിൽ കയറി. രാവിലെ ഞാൻ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടുണ്ടാക്കി നമ്മുടെ വെള്ളക്കടല കറി വെച്ച്. കുറേ നാളെ ഞങ്ങൾ വെള്ളക്കടല മേടിക്കാറില്ല. ഞങ്ങൾ കറുത്ത കടല മാത്രമേ മേടിക്കാറുള്ളൂ. വെള്ളക്കടല മേടിച്ച് കറി വെച്ച്, വെള്ളക്കടല കറിയും വെച്ച് പുട്ടും. ഇന്നിപ്പോൾ രാവിലെ ഞാൻ അതാണ് കൊണ്ടുവന്നേക്കണത്. അല്ല, കടല നല്ല പഞ്ഞി പോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് 4 വിസിലിട്ടുള്ളൂ ഞാൻ കടല. നല്ല പഞ്ഞി പോലെ വെന്ത്. പിന്നെ എന്നിട്ട് നമ്മുടെ തക്കാളിയും സവാളയും വഴറ്റിയിട്ട് അതിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചണ മസാല മേടിച്ചിട്ടുണ്ടായിരുന്നു. ചണ മസാലയും കൂട്ടി അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് അരച്ച്, അത് കഴിഞ്ഞ് ഒരു പകുതി സവാള എടുത്ത് പിന്നെയും എണ്ണയിൽ കടുക് പൊട്ടിച്ചില്ല, വഴറ്റിയിട്ട് അതിനകത്ത് ഈ അരച്ച് വെച്ച മസാലക്കൂട്ട്, തക്കാളിയും സവാളയും കൂടി വഴറ്റി വെച്ച അരച്ചെടുത്തത് മസാലക്കൂട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ കടല വേവിച്ച് വെച്ചിരുന്നത് വിട്ടുപോയി. കടല ഞാൻ തക്കാളി ഇതൊക്കെ വഴറ്റി അരയ്ക്കണ കൂട്ടത്തിൽ ആ വെന്ത് ഇരുന്ന കടലയിൽ നിന്നൊരു 2-3 സ്പൂൺ കടലയും കൂടി ചേർത്തിട്ടുണ്ടായി. 2-3 സ്പൂൺ കടലയും കൂടി ചേർത്ത് ആണ് അരച്ചത്. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അങ്ങനെ അരച്ച് അതുകൂടി ചേർത്തിട്ട് ചീനച്ചട്ടിയിൽ ഇതൊക്കെ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വേവിച്ച് വെച്ച കടല നേരെ അതിനകത്തേക്ക് ഇട്ട് ഇളക്കി നല്ലോണം ഉപ്പൊക്കെ നോക്കി ഇളക്കി നല്ലോണം ചാറ് നല്ല കുറുകി വന്നവരെയും എടുത്ത് റെഡിയാക്കി. നല്ല ടേസ്റ്റാണ്. ചണ മസാലയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെള്ളക്കടല. ഞങ്ങൾ ആദ്യമായിട്ട് വെച്ചാണെന്ന് ഇന്നാൾ വെച്ചിട്ട് ടേസ്റ്റായില്ല. ഇപ്പോൾ ഞാൻ ചെയ്യണതും യൂട്യൂബ് നോക്കി തന്നെ കേട്ടോ. യൂട്യൂബിൽ നമ്മുടെ ഒന്നല്ലെങ്കിൽ മിയ കിച്ചൺ നോക്കും. നല്ലതാണ് മിയയുടെ, നല്ല എല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ അല്ലെങ്കിൽ ഷാൻജിയോ, പുള്ളിയുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല വൃത്തിയായിട്ട് വയ്ക്കാൻ പറ്റും. അത് രണ്ടും ഞാൻ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അതിൽ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് പുട്ടും വെള്ളക്കടല കറി. കടലക്കറി നല്ല ടേസ്റ്റുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ശരിക്കും വെച്ചിട്ടില്ല വെള്ളക്കടല എന്നറിയാം. മറ്റേ കടലേനേലും ടേസ്റ്റ്. ഞങ്ങൾക്ക് കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോഴും കടല മേടിച്ച് കറി വയ്ക്കുള്ളൂ. കടല പരിപ്പൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സും, എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്നുമില്ല കാര്യമായിട്ട്, എന്നാലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മാസം ആവണുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് അതിലും ഒന്ന് കയറി വീഡിയോസ് കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം പ്രധാനമായിട്ടും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരായിരിക്കും വെള്ളക്കടലയും പുട്ടും കഴിക്കാം. യൂട്യൂബിൽ എൻ്റെ ഇത് ജിൻസി PL 123 സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. ജിൻസി PL 123.